മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ കുടകു ജില്ലയിൽ ബൈലേക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് നാംഡ്രോളിംഗ് മൊനാസ്ട്രി ഗോൾഡൻ ടെമ്പിൾ. ഇവിടുത്തെ വിശേഷമാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ കാണുകയും മുഴുവനായി കാണുകയും അഭിപ്രായങ്ങളും ലൈക്കും എല്ലാം തന്ന് സഹായിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാംഡ്രോളിംഗ് മൊനാസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രങ്ങളുള്ള ആകർഷകമായ 4 നീല ഗോപുരമാണ്. അതാണ് ഈ കാണുന്നത്. ൽ ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്ത് നാംഡ്രോളിംഗ് മൊനാസ്ട്രി ഗോൾഡൻ ടെമ്പിൾ സ്ഥാപിക്കുമ്പോൾ പെമാനോർബു റിംപോച്ചെ ആയിരുന്നു അവിടുത്തെ പ്രധാന അധികാരി. അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ വരുന്ന വഴിയിൽ ധാരാളം വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നാൽപ്പത് അടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. 1995 നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ 1999 ഭക്തർക്കായി തുറന്നുകൊടുക്കുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണം ശ്രീബുദ്ധന്റെ പ്രതിമകളാണ്. ശ്രീബുദ്ധ പ്രതിമയുടെ ഇരുവശങ്ങളിലുമായി അമത്യൂസിന്റെയും പത്മസംഭവന്റെയും പ്രതിമകളും ഉണ്ട്. ഇവിടെയിരുന്ന് നമുക്ക് ധ്യാനിക്കാം, സംഭാവനകൾ നൽകാം. ഇവിടെ ഒരു മണി പ്രാർത്ഥനാ ഡ്രംസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ ഡ്രമ്മുകൾ തിരിക്കുന്നത് ബുദ്ധമത പ്രാർത്ഥനയായ ഓം മണി പത്മേഹം ജപിക്കുന്നതിന്റെ അതേ ഗുണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വളരെ സമാധാന അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണിത്. സുവർണ ക്ഷേത്രത്തിനുള്ളിൽ ധാരാളം ചിത്രങ്ങളും പ്രതിമകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ളിലെ പല പ്രതിമകളും ചിത്രങ്ങളും ചില നല്ല ബുദ്ധമത കഥകളും മതപരമായി വളരെ പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്ന ചില ദേവതമാരെയും ദേവന്മാരെയും ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ചിത്രങ്ങളുമാണെന്ന് തീർത്ഥാടകരിൽ കുറച്ചു പേർക്ക് പോലും അറിവുണ്ടാവുകയില്ല. വളരെ നല്ലൊരു ഉദ്യാനം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ധാരാളം പേർ ഫോട്ടോ എടുക്കുകയും ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ തിബറ്റുകാർക്കുള്ള ചെറിയൊരു അഭയാർത്ഥി സമൂഹമായാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ ഇന്നിത് ലോകത്തിലെ ഏറ്റവും വലിയ തിബറ്റൻ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 വരെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന നാംഡ്രോളിംഗ് മൊനാസ്ട്രി.
ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു മണി ഡ്രംസ്, അവിടെ മണി പ്രാർത്ഥന ഡ്രംസ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. ആ ഗ്രീൻ കളറിൽ കാണുന്നതാണത്. അത് തിരിക്കുന്നത് ബുദ്ധമത പ്രാർത്ഥനയായ ഓം മണി പത്മേഹം ജപിക്കുന്നതിന്റെ ഗുണം നൽകുമെന്ന് വിശ്വസിക്കുന്നതാണ്. കുടകു ജില്ലയിലെ കുശാലനഗറിൽ നിന്നും 5 കിലോമീറ്റർ അകലെ ബൈലാക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 16,000 അഭയാർത്ഥികളും 600 സന്യാസിമാരും വസിക്കുന്നു. ഇവിടുത്തെ ഭിത്തികളിൽ കാണുന്ന കലാവിരുതുകൾ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഇത് മതപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല വാസ്തുവിദ്യയുടെയും അതിശയകരമായ നിർമ്മാണത്തിന്റെയും ഒരു പ്രതിഭാസം കൂടിയാണ്. ടിബറ്റൻ സെറ്റിൽമെന്റിന്റെ പൂർണ്ണമായ ഒരു മാതൃകയാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. തിബറ്റൻ സ്വയംഭരണ പ്രദേശത്തിന് പുറത്തുള്ള ബുദ്ധമതത്തിന്റെ ഏറ്റവും വലിയ സ്ഥാപനമെന്ന നിലയിൽ വിനോദസഞ്ചാര മേഖലയിലും അതുപോലെ തന്നെ ആത്മീയ പിന്തുണയും ആശ്വാസവും തേടുന്ന ആളുകളെയും ഇത് സ്വീകരിക്കുന്നു. ഇതൊരു ബുദ്ധമത പഠന കേന്ദ്രം കൂടിയാണ്. ധാരാളം ബുദ്ധമത വിദ്യാർത്ഥികൾ ഇവിടെ അധ്യയനം നടത്തുന്നുണ്ട്. ആരോഗ്യകരമായ വിദ്യാഭ്യാസം, ഗവേഷണം, മഠത്തിൽ വിശ്വാസം നീട്ടൽ എന്നിവയിൽ വളരെ സജീവമായ തിബറ്റൻ വിശ്വാസത്തിലെ കന്യാസ്ത്രീകളും സന്യാസിമാരും ഇവിടെ വസിക്കുന്നു. ഇവിടെ ധാരാളം കടകളും മറ്റുമുണ്ട്. അവിടെ നമുക്ക് ബുദ്ധമത പ്രാധാന്യമുള്ളതും തിബറ്റിന്റെ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ധാരാളം വസ്തുക്കളും കരകൗശല വസ്തുക്കളും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവിടെ വിൽക്കപ്പെടുന്നത്. ഇവർ ബുദ്ധമത സന്യാസികളാണെങ്കിലും ആധുനിക കാലത്തെ, അതായത് മൊബൈൽ ഫോൺ, ക്യാമറ, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ആധുനിക ജീവിതം നയിക്കുന്നവർ കൂടിയാണിവർ. ആത്മീയതയിലൂന്നി ആധുനിക കാലത്തെയും കൂടി സംയോജിപ്പിച്ചാണ് ഇവരുടെ ജീവിതം. നല്ല സമാധാനപൂർണമായ ഒരു സ്ഥലം സന്ദർശിച്ചു എന്ന ചാരിതാർത്ഥത്തോടെ ഞങ്ങൾ മടങ്ങട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.